ഹലോ ഗൈസ്, വെൽക്കം ടു കോഫി സ്ലേറ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് വായനശാല ഒരു ചെറിയ പ്രോഗ്രാമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാൻ വേണ്ടി ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാവേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോൺസിൻ്റെ BB ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഐറ്റമാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് ഇൻസ്റ്റാൻറ്റ് പോട്ട് കവറേജും പ്ലസ് ലൈറ്റ് മേക്കപ്പ് ഗ്ലോയും തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വിറ്റാമിൻ എൻക്രീഡ് ക്രീമാണ്, ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷനുമാണ്, SPF 13 PA++ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വെറും 90 രൂപയേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെറിയൊരു പാക്കാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വലിയ സ്ഥലത്തൊന്നും പോകുമ്പോൾ ഇതൊന്നും ഇടാറില്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വലിയ പരിപാടിക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് കേട്ടോ ഇത് ഇടാറ്. ഇതൊന്നും കേട്ടോ ചെറിയത് വാങ്ങിച്ചത്. അപ്പോൾ കുറേ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ വെക്കേഷനൊക്കെ കുറേ സ്ഥലത്ത് പോകുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് പോയി. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ സാധനമൊക്കെ പിഴിഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ. എനിക്കൊന്ന് വിചാരിച്ചിട്ട് പറയാൻ വേണ്ടി മറന്നുപോയി ഞാൻ. പിന്നെ അതൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫേസിൽ. അങ്ങനെ ഇത് എന്താ പറയുക, ഉറക്കത്തിൽ എണീച്ച് പോയതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് വൈറ്റ്നെസ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനത്തെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിനി ഐലൈനർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഐലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടി വാരാം കേട്ടോ ഗൈസ്. മുടി വാരുന്നതിന് മുമ്പിട്ട് നമ്മൾ പൊട്ട് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പൊട്ട് കയറ്റി വെച്ച് അവസാനം ഒരു സ്ഥലത്ത് പൊട്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇയറിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഇയറിങ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഞാൻ കുറേ സ്ഥലത്ത് പോകുമ്പോൾ ഇതന്നെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കാതിലും കമ്മലൊക്കെ ഇട്ടു. ഞാൻ പവഴമല്ലി പാടിക്കൊണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 2026 എൻ്റെ ഫേവറേറ്റ് സോങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പവഴമല്ലി പറയുന്നത്. ഞാനിനി മുടിയൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തല കുളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു കേട്ടോ ഇത്ര വെറ്റ്നെസ് ഉണ്ടായിരുന്നത്. ഞാൻ രാവിലെ തല കുളിക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നേരം കുളിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ജടയൊക്കെ കളഞ്ഞുകൊണ്ട് അധികം വലിയ ജടയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കളയാൻ പറ്റിയ ഒരു ജട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ജടയൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുപ്പഴുപ്പ് എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഹെയറൊക്കെ കെട്ടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും മുടി എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എടുത്ത് മുടി താജ്മഹൽ പണിയും കൈസ് താജ്മഹൽ. ഞാൻ മുടിക്ക് നടുപ്പഴുപ്പ് എടുത്തിട്ട് അപ്പോൾ നടുപ്പഴുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുടി കെട്ടാം കേട്ടോ. മുടി ഞാൻ എപ്പോഴും കെട്ടുന്ന അതിൽ തന്നെ മുടിയൊക്കെ നനച്ചിലുണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും കെട്ടുന്ന അതിൽ തന്നെ പിരിച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. എൻ്റെ മുടിയിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഇട്ടുന്നുണ്ടായിരുന്നു. അത് ഞാൻ മൊത്തത്തിലൊന്ന് കളഞ്ഞെടുത്തു. പിന്നെ ഞാൻ പിരിച്ച് കെട്ടുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ പിരിച്ചങ്ങോട്ട് കെട്ടി കൊടുത്തു കേട്ടോ. വെറ്റായിട്ടുള്ള ഹെയർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിരിച്ച് കെട്ടുന്നത്. അല്ലാണ്ട് നോർമൽ തലയൊന്നും വെറ്റായിട്ടില്ലെങ്കിൽ ഞാൻ പോണിറ്റെയിൽ കെട്ടിക്കൊടുക്കും. പിന്നെ സൈഡ് ബാങ്ക്സ് ഇട്ടിട്ട് ഞാൻ സൈഡ് ബാങ്ക്സ് ഇട്ടു. പിന്നെ പിടിച്ച് വെച്ചിട്ടുള്ള 2 ഭാഗത്തും ക്ലിപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സെക്യൂർ ചെയ്തിട്ട് കുത്തിക്കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 പിരിച്ചെത്തിയ 2 മുടി ഉണ്ടല്ലോ, ആ മുടിക്ക് കുഞ്ഞായിട്ടുള്ള ഇർക്കീസ് കുത്തിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 4 എണ്ണമാണ് കേട്ടോ കുത്തിക്കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്തിനാണ് കുത്തിക്കൊടുക്കുന്നത് വെച്ചാൽ വെറുതെ ഒരു രസം എന്നൊക്കെ പറയാം. വെറുതെ ആണ് കേട്ടോ ഞാൻ കുത്തിക്കൊടുക്കുന്നത് ഇത്. അപ്പോൾ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാം കേട്ടോ. എൻ്റെ ചെരുപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എൻ്റെ വീട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു പ്ലേസ് ഇതാണ് കേട്ടോ. വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയ ആയിട്ടുണ്ട്. നമുക്ക് വേഗം വായനശാലയിലേക്ക് പോകാം കേട്ടോ. പ്രതികൂല സാഹചര്യങ്ങൾ മൂലം വേർപിരിഞ്ഞ് ജീവിക്കേണ്ടി വരികയും പിന്നീട് അവതരിക്കുന്നതുമാണ് ഈ നോവലിൻ്റെ സാരാംശം. സ്വാഗതയും അഹങ്കാരവും നിറഞ്ഞ മനുഷ്യർക്കിടയിലും നന്മയുടെ
അപ്പോൾ ഗൈസ് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺറെഡി വിത്ത് മീ ചെയ്ത് കേട്ടോ. ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. ഫസ്റ്റിന് ഞാൻ മുടിയാണ് തയ്ച്ചെടുത്തത്. ക്ലിപ്പ് ഞാൻ അവിടെ നിന്ന് ഊരി കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഞാൻ നിറുക്കീസൊക്കെ വേഗമായിട്ട് ഒന്ന് ഊരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെയറൊക്കെ ഞാൻ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ട് മാറ്റി കൊടുക്കാം. പൊട്ട് ഞാൻ കണ്ണാടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മുടി ജസ്റ്റ് ഒന്ന് വാരിയതിന് ശേഷം നമ്മൾ അതൊന്ന് ജടയൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജടയൊക്കെ കളഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്ലാക്ക് ഒരു ഇറക്കി ഇതുപോലെ പിരിച്ച് മുടി മൊത്തത്തിൽ അങ്ങനെ ഒന്ന് പിരിച്ചതിന് ശേഷം ഈ ഒരു ബ്ലാക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ബാക്കിൽ നിന്ന് ആ മുടിയൊക്കെ ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് ഊരിയിട്ട് കുത്തി കൊടുത്തു. നല്ല വൃത്തിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുടി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. ടാറ്റ ബൈ ബൈ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.